ഹലോ എവരിവൺ, എല്ലാവർക്കും എസിൽ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നതായി നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ അതായത് ജൂലൈ മാസത്തിൽ 31-ാം തീയതിയോടുകൂടി കേരള PSC എന്ത് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ. ഓക്കെ, അപ്പോൾ അതോടെ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉന്നത അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും എന്നുള്ള ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ നോക്കാം, അതിന്റെ ഗസറ്റ് ഇറങ്ങിയിട്ടുള്ള എന്തായിരുന്നു നോക്കാം. ഓക്കെ, 31/7/2025 അതിന്റെ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ദിവസം. ഓക്കെ, അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ദിവസം പറയുന്നത് 3/9/2025 ആണ്. ഓക്കെ, 3/9/2025 ഇത് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എന്താണ് 211/2025 ആണ്. ഓക്കെ, 211/2025 ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 211/2025 ആണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ കേരള PSC സൈറ്റ് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കൂടുതൽ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നത്. അതുപോലെ നെയിം ഓഫ് ദി പോസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റിന്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ്. ഓക്കെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നാണ് ഞങ്ങളുടെ തസ്തികയുടെ പേര് വരുന്നത്. ഓക്കെ, പോസ്റ്റിന്റെ പേര് വരുന്നതാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നാണ്. നമ്മുടെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിന്റെ കീഴിൽ ഒക്കെ നമ്മുടെ സാഞ്ചുറികൾ അല്ലെങ്കിൽ നമ്മുടെ ഫോറസ്റ്റ് ഒക്കെ എന്ത് സൂക്ഷിച്ചു വരുന്ന ഒരു തസ്തികയാണ് ഈ പറഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിന്റെ കീഴിലാണ്. ഓക്കെ, അതേപോലെ സ്കെയിൽ ഓഫ് പേ അല്ലെങ്കിൽ നമുക്ക് എത്ര രൂപ ശമ്പളം വരുമെന്ന് ഇപ്പോൾ എക്സ്പെക്ടഡ് എന്താണ് നമുക്ക് കിട്ടുന്ന പേ അല്ലെങ്കിൽ എന്താണ് ശമ്പളം നോക്കിക്കഴിഞ്ഞാൽ സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ 27,900 മുതൽ 63,700 രൂപ വരെ നമുക്ക് എന്ത് ലഭിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 27,900 മുതൽ 63,700 വരെയുള്ള ആ റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു സ്കെയിൽ ഓഫ് പേ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. ഓക്കെ, വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസി വരുന്നത്. ഓക്കെ, ഡിസ്ട്രിക്ട് വൈസ് ആണ് ഈ വേക്കൻസി വരുന്നത്. ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞല്ലോ ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസി വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് നോക്കാം. ഒന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം. ഓക്കെ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഓക്കെ, ആലപ്പുഴ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എന്ത് വരുന്നുണ്ട്, വേക്കൻസികൾ ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, നമുക്കറിയായിരിക്കും വേക്കൻസി എത്ര ഉണ്ടെന്ന് അവർ കറക്റ്റായിട്ട് പറയുന്നില്ല. ഓക്കെ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് വേക്കൻസി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഓക്കെ, കറക്റ്റായിട്ടുള്ള വേക്കൻസിയുടെ കാര്യം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഓക്കെ ഓക്കെ അടുത്തത് അതിന്റെ ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ നോക്കി കഴിഞ്ഞാൽ 19 മുതൽ 30 വയസ്സ് വരെയാണ് പറയുന്നത്. ഓക്കെ, 19 മുതൽ 30 വയസ്സ് വരെയാണ് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 1995 അതായത് 2/1/1995 മുതൽ 1/1/2006 ഇടയിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നല്ലൊരു ജോലിയാണ്, നിങ്ങൾ ഒരിക്കലും പഴയ കളയരുത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഫോറസ്റ്റിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, അയക്കാതിരിക്കരുത്. നല്ലൊരു ജോലിയാണ്. ഓക്കെ, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വൈൽഡ് ലൈഫിന് കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ 19 മുതൽ 30 വരെയാണ് പ്രായം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നതാണ് 2/1/1995 1/1/2006 ഇടയിൽ എന്തായിരിക്കും ജനിച്ചവർ ആയിരിക്കണം. ഓക്കെ, അവർക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് പ്രത്യേകം ഒരു പരാമർശിച്ചിട്ടുണ്ട്. അതർ ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് SC/ST candidates are eligible for the age relaxation as per conditions mentioned in the para 2 of the part 2 of general conditions of the notification. Okay, ഇതിനകത്ത് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഏജ് റിലാക്സേഷൻ ആർക്കൊക്കെ ഉണ്ട്, SC/ST. ഓക്കെ, SC/ST OBC എന്നിവർക്കായിട്ട് എന്ത് ലഭിക്കുന്നുണ്ട്, ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, പേടിക്കണ്ട. നിങ്ങൾക്ക് SC/ST OBC-കാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട്. അതെന്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. കറക്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുക 19 മുതൽ 30 വരെ ഏജ് ലിമിറ്റുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ 2/1/1995 1/1/2006 ജനിച്ചവർ ആയിരിക്കണം. ഓക്കെ, അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ എല്ലാവർക്കും സംശയമല്ലേ, ഏതൊക്കെ വിദ്യാഭ്യാസം SSLC ആണോ, +2 ആണോ, അതോ ഡിഗ്രി ആണോ, അപ്പോൾ അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടായതുകൊണ്ട് പറയുകയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ pass in the +2 examination conducted by the Board of Higher Secondary Education, Government of Kerala, or equivalent examination recognized by the Government of India, Government of Kerala എന്നുള്ളതാണ്. അതായത് 12ാം ക്ലാസ് എന്ത് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം. ഓക്കെ, 12ാം ക്ലാസ് അതായത് +2 എന്ത് ചെയ്തിരിക്കണം, +2 എന്ത് പാസ്സായിട്ടുള്ളവർക്ക് മാത്രമേ എന്ത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ, ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ
അല്ലെങ്കിൽ എന്താ ഗവൺമെന്റ് ഓഫ് കേരളയുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ മറ്റും ഇത്തരത്തിൽ അംഗീകരിച്ചിട്ടുള്ള +2 അല്ലെ തത്തുല്യമായിട്ടുള്ള മറ്റു കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് പ്രത്യേകം നോട്ട് ചെയ്യണം, ഗവൺമെന്റ് ഓഫ് കേരളയുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അവരെന്ത് അംഗീകരിച്ചിട്ടുള്ള എന്താണ് ഏതെങ്കിലും ഇക്വാലന്റ് ആയിട്ടുള്ള അതായത് അതിന്റെ തത്തുല്യമായിട്ടുള്ള മറ്റൊരു എക്സാമിനേഷൻ നിങ്ങൾ എഴുതി പാസ്സായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് പകരമായിട്ട് അയക്കാം. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലോട്ട് എന്നുള്ള ഇത്തരത്തിൽ +2ന്റെ തത്തുല്യമായിട്ടുള്ള എക്സാം എന്ത് ചെയ്യണം, അത് പാസ്സായിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ. In addition to the qualification prescribed notification, qualification acquired by the executive orders of the standing government of India is equivalent to qualification specified for the post, and such as qualification which are supposed to acquisition of the lower qualification prescribed for post shall be sufficient. Government orders clearly is when they call for the commission. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സംഭവം തന്നെ നമ്മൾ പറഞ്ഞുള്ള കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഗവൺമെന്റ് ഓഫ് കേരള സൈറ്റിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇക്വലന്റ് എന്നറിയപ്പെടുന്ന രീതിയിൽ അതായത് ഈ +2 തത്തുല്യം എന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്. ഏതൊക്കെ കോഴ്സുകളാണ് ഈ +2 തത്തുല്യം എന്ന് പറയുന്നത്, അതെന്ത് ചെയ്തിരണം, അത് നിങ്ങൾ എന്ത് ചെയ്യണം അവർ ആ കോഴ്സുകളായിട്ട് എന്ത് ചെയ്യണം, ബന്ധമുള്ള കോഴ്സുകളായിരിക്കണം നിങ്ങൾക്ക് തത്തുല്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് +2 ആണ്. നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2 പാസ്സാണ്, അതിന് 19-30 വയസ്സിനിടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ എന്തിനായിരിക്കാം, നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സുവർണാവസരം നിങ്ങൾ മുന്നിലേക്ക് വരുന്നത് നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത്. ഫോറസ്റ്റിലേക്കാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐക്യത്തിൽ നിന്ന് പറഞ്ഞിരിക്കരുത്. ഫോറസ്റ്റ് നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. അറിയാലോ 21,900 അടുപ്പിച്ചാണ് നിങ്ങൾ സ്റ്റാർട്ടിങ് പേ ഒക്കെ വരുന്നത്. പേയ്മെന്റ് ഒക്കെ വരുന്നത്. അപ്പോൾ നല്ലൊരു പേയ്മെന്റ് അവർ നൽകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് പറ്റും, നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ASLB അക്കാഡമി ഒറ്റ കോഴ്സിൽ 5 പരീക്ഷകൾ പാസ്സാക്കുന്ന രീതിയിൽ നമ്മൾ പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SPCID എന്നീ പറയുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു കോഴ്സാണ് നമ്മുടെ ASLB അക്കാഡമി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, അതേപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, അതേപോലെ തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്. പഠിപ്പിച്ച നിങ്ങൾ എന്തെല്ലാം എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിച്ച ശേഷം മോക്ക് ടെസ്റ്റ് നടത്തി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതാണ്. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസസ് ഉണ്ട്, അതുകൊണ്ട് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻസ് ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്ത് ചെയ്യും, മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക്സും പഠിപ്പിച്ച് നിങ്ങളെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ സെറ്റ് ആക്കിയതിനു ശേഷം മാത്രമേ വിടത്തുള്ളൂ, എക്സാമിന് വിടത്തുള്ളൂ. അതേപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടും ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഏത് തരത്തിൽ ഡൗട്ട് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, തുറന്ന് നമ്മളോട് ചോദിക്കാവുന്നതാണ്. നമുക്ക് എപ്പോഴായാലും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡൗട്ടുകൾക്ക് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ASLB അക്കാഡമി ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സുകൾ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോഴ്സുകൾ ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടുന്ന് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, നല്ല അവസരമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എന്ത് ചെയ്യാം, നിങ്ങൾ വെറുതെ പാഴാക്കി കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യാം, 19-30 വയസ്സ് പ്രായം ഇടയ്ക്കുള്ളവരാണ്, +2 പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ശാരീരികമായിട്ട് അതിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെങ്കിൽ ഫിസിക്കലി ബാക്ക്വേർഡ് ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് പറ്റില്ല. ഫിസിക്കലൊക്കെ വരുന്ന എക്സാമാണ്. നമ്മുടെ ഫിസിക്കൽ റിക്വയർമെന്റ്സിന്റെ മറ്റു അടുത്ത വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. ഫിസിക്കലുള്ള എക്സാമാണ്. നമ്മൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. ശാരീരിക ക്ഷമതയൊക്കെ വേണ്ട ഒരു എക്സാം കൂടിയാണ്. ആണല്ലോ. യൂണിഫോം ജോബ് ആണെങ്കിൽ ലഭിക്കാൻ പോകുന്നത്. എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തയ്യാറെടുക്കുക. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ദിവസം ഒന്നുകൂടെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം കൂടെ ആശംസിക്കുകയാണ്. താങ്ക് യു.